എല്ലാവർക്കും മിതാഹാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹോർമോണൽ ബാലൻസ് എങ്ങനെ ചെയ്യാം, അതുപോലെ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ മെനോപോസിന് സമയത്തുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ നമ്മൾക്ക് എങ്ങനെ പരിഹരിക്കാം. ഹോർമോണൽ ബാലൻസ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പലർക്കും അതുകൊണ്ട് ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ പരിഹരിക്കാം, അതിന് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ചെറിയ കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. നമ്മുടെ ആഹാര രീതിയിൽ സീഡുകൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ ഹോർമോൺ ബാലൻസിന് അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ മെനോപോസ്, അതായത് ആർത്തവം നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തടയാനും ഈ സീഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അത് എപ്പോൾ, ഏത് സമയത്ത്, ഏതൊക്കെ കഴിക്കണം എന്നൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. ഇവിടെ മെയിനായിട്ട് നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റിയൊക്കെ ആയിട്ട് റിലേറ്റഡ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ്. അപ്പോൾ ലോ ഈസ്ട്രജൻ ലെവൽ ആണെങ്കിലുള്ള സിംറ്റംസ് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ആ സിംറ്റംസ് ഉണ്ടോ എന്ന്. അതുപോലെ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂടിയാലും എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവുമെന്ന് ഞാനിവിടെ കൊടുക്കാം. അത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ആ സിംറ്റംസ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കുക മാത്രമല്ല, നമുക്കല്ലാതെ തന്നെ ഹോർമോൺ ബാലൻസ് ഇല്ലാത്ത കണ്ടീഷൻസൊക്കെ നമ്മൾക്കറിയാം. നമ്മൾക്കതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ സീഡ് സൈക്ലിംഗ് എന്ന് പറയും. ഈ സീഡ് സൈക്ലിംഗ് നമ്മുടെ പീരിയഡ്സ് റെഗുലേറ്റ് ചെയ്യാൻ, മുഖത്തുണ്ടാകുന്ന കുരുക്കൾ, പീരിയഡ് സമയത്തുണ്ടാകുന്ന കുരുക്കൾ തടയാൻ, അത് PCOD ഉള്ളവർക്ക്, എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക്, ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക്, മെനോപോസിന് സമയത്തുണ്ടാകുന്ന ഹോട്ട് ഫ്ലാഷസ്, രാത്രിയിൽ വിയർക്കുക, ക്ഷീണം, മൂഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുക, അതിനെയൊക്കെ പരിഹരിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള വെയിറ്റ് ഗെയിന്, അപ്പോൾ അത് തടയുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുടിയുടെ ഹെൽത്തിന്, തൈറോയിഡിന്, വാട്ടർ റിട്ടൻഷന്, സെല്ലുലൈറ്റ് ഉള്ളവരൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. സീഡ് സൈക്ലിങ്ങിൽ നമ്മൾ 2 ഘട്ടമായിട്ട് തിരിക്കും. അതായത് നമ്മൾ പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഓവുലേഷൻ വരെ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പീരിയഡിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ തൊട്ട് ഓവുലേഷൻ്റെ ഡേറ്റ് വരെ നമ്മൾ പംകിൻ സീഡ്സും ഫ്ലാക്സ് സീഡ്സും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇനി ഇത് നോർമൽ കേസിലാണ് നമുക്ക് ഡേറ്റ് കറക്റ്റായിട്ട് നോർമൽ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക്. ഇനി നമുക്ക് ഓർഡർ തെറ്റി വരുന്നവരാണെങ്കിൽ ന്യൂ മൂൺ ടു ഫുൾ മൂൺ, നിങ്ങൾ നോക്കുക, ന്യൂ മൂൺ തൊട്ട് ഫുൾ മൂൺ വരെ, അതായത് പീരിയഡിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് ഓവുലേഷൻ വരെ നമ്മൾ ഡെയിലി 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും പംകിൻ സീഡും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാക്സ് സീഡിലൊക്കെ ഹൈ ലിഗ്നൻസ് ഉണ്ട്. അത് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഈസ്ട്രജനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ omega-3 റിച്ച് ആണ്. ഇനി പംകിൻ സീഡ്സ് ഈ സമയത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അത് സിങ്ക് റിച്ച് ആണ്. അത് നമ്മുടെ ബോഡീനെ പ്രൊജസ്ട്രോണിൻ്റെ സെക്രീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൊണ്ടാണ് ഫ്ലാക്സ് സീഡ്സും പംകിൻ സീഡ്സും ആദ്യത്തെ പീരീഡ് തൊട്ട് ഓവുലേഷൻ വരെയുള്ള ദിവസത്തിൽ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നമുക്കത് പൊടിച്ച് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പൊടിച്ച് നമുക്ക് വേണമെങ്കിൽ തൈരിൻ്റെ അതിട്ട് കഴിക്കുകയോ, ഇപ്പോൾ ഓട്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ വിതറി കഴിക്കുകയോ, എങ്ങനെ പോലും രണ്ടും ഓരോ ടേബിൾ സ്പൂൺ ഇത് രണ്ടും നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തണം ആദ്യത്തെ ഈ ഓവുലേഷൻ ഡേറ്റ് വരെ. ഓവുലേഷൻ തൊട്ട് അടുത്ത പീരീഡ് തുടങ്ങുന്നോടം വരെ. ഇനിയിപ്പോൾ നോർമൽ ഓർഡറിൽ പോകുന്ന അല്ലാത്തവർക്കാണെങ്കിൽ ഫുൾ മൂൺ തൊട്ട് അടുത്ത ന്യൂ മൂൺ വരെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് നമ്മുടെ സെസിമി സീഡ്സ്, എള്ളും സൺഫ്ലവർ സീഡ്സും രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വെച്ച് നമ്മൾ ഡെയിലി കഴിക്കുക. അപ്പോൾ രണ്ടും ഓരോ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ വരും, രണ്ടും കൂടെ കൂടിയിട്ട്. അപ്പോൾ സെസിമി സീഡ്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അതും ലിഗ്നൻസ്, ഹൈ ഇൻ ലിഗ്നൻസ് ആണ്. അത് നമ്മുടെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ലെവൽ മോഡുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ omega-6 റിച്ച് ആണ്. സൺഫ്ലവർ സീഡ്സ് സെലീനിയം റിച്ച് ആണ്. അത് നമ്മുടെ ലിവറിലുള്ള ഹോർമോൺ ഫങ്ഷനെയൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ omega-6 ആണ്. ഇത് നമ്മുടെ ഓരോ സമയത്തെയും ഹോർമോണൽ ബാലൻസിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓവുലേഷൻ തൊട്ട് അടുത്ത പീരീഡ് വരെയാണ് നമ്മൾ ഈ സൺഫ്ലവർ സീഡ്സും സെസമി സീഡ്സും ഉപയോഗിക്കുന്നത്, നമ്മുടെ എള്ളും. അപ്പോൾ സ്ത്രീകൾക്ക് ആ സമയത്തുണ്ടാകുന്ന, അതായത് സ്ത്രീകളിൽ അലട്ടുന്ന ഹോർമോണൽ ബാലൻസ് ആക്കാൻ ഈ സീഡ്സ് നമ്മളെ സഹായിക്കുന്നു. അത് ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെ വെയിറ്റ് ലോസിന്, ഹെയർ ഹെൽത്തിന്, തൈറോയിഡിന്, PCOS ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ചേഞ്ച് നമ്മുടെ ഡയറ്റിൽ വരുത്തുക. ഇനി ഫ്ലാക്സ് സീഡ്സും ഈ സെസിമി സീഡ്സും ഇങ്ങനെ സീഡ്സ് കണ്ടമാനം, അതായത് 2 ടേബിൾ സ്പൂൺ ഡെയിലി ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ, ബ്ലോട്ടിങ്ങിനൊക്കെ കാരണമാകും. അപ്പോൾ അങ്ങനെയുള്ളവരത് ഉപയോഗിക്കാണ്ടിരിക്കുക. നോർമലായിട്ട് കഴിക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലാത്തവർ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ഇത് ഹോർമോണൽ ബാലൻസ് ചെയ്യുമെന്നും പറഞ്ഞ് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ ഇത്
തന്നെ ഒത്തിരി കഴിച്ചുകൊണ്ടിരുന്ന വയറ്റിൽ നിന്ന് പോകാണ്ട് പ്രശ്നമൊന്നും ആക്കി വെക്കരുത്. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നവർ മാത്രം, പ്രശ്നമില്ലാത്തവർ മാത്രം ഇത് കഴിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹോർമോണൽ ബാലൻസിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്